എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ നമ്മൾ അത്യാവശ്യം എല്ലാ തവണയും നമ്മൾ ഇതിങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെ PR കാര്യം. പക്ഷേ ബിഗ് ബോസ് സീസൺ 7 ആണ് PR കൊണ്ട് മാത്രം ജയിച്ച ഒരു സീസൺ. ബിഗ് ബോസ് സീസൺ 7 ആണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും വിഷമമുള്ള കാര്യം വെച്ചാൽ നൂറെ പോലൊരു കണ്ടസ്റ്റൻറ്റിനെ ഇത്രയും ഇത്രയും തടയേണ്ട ഒരു ആവശ്യമായിരുന്നു. അവർ എങ്ങനെ വന്നവരോ ആവട്ടെ, തുടക്കം മുതൽ അവർ അവസാനം വരെ ഇത്രയും നിൽക്കാൻ വന്നതിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. പ്രേക്ഷകരുടെ കഴിവ് കൊണ്ടാണ് നിർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99 ദിവസം 100 എന്നത് 100% ടൈറ്റിൽ വിന്നറാവേണ്ട ഒരു വ്യക്തി മാത്രമാണ്. അതായത് ടിക്കറ്റ് ടു ഫിനാലയിൽ വിന്നറായ ഒരേ ഒരു കണ്ടസ്റ്റൻ്റേ ഉള്ളൂ. ആരിനെ പോലുള്ള ടാസ്കുകളെല്ലാം ജയിക്കുന്ന ഒരു വ്യക്തിയെ മറികടന്ന് ടിക്കറ്റ് ടു ഫിനാലിൽ എത്തിയ ഒരു കണ്ടസ്റ്റൻ്റാണ് നൂറ. ആ നൂറയെ പോലും ഇവർ പുറത്താക്കിയിട്ടുണ്ട്. ഫൈനൽ 5 വരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അനുമോളിൻ്റെയും PR വർക്കിൻ്റെയും ഒരൊറ്റ ബലം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഏഷ്യാനെറ്റോ ബിഗ് ബോസോ ഒരു ഷോയോ വോട്ട് ചെയ്ത പ്രേക്ഷകരോ എല്ലാം പുല്ല് വില കൊടുത്തുകൊണ്ടല്ലേ ഈ PR വർക്ക് മാത്രം വിജയിച്ചു പോകുന്നത്. ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ബിഗ് ബോസ് 8 ഇതേപോലെ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ PR കൊടുത്ത് ഇനി ഇത്ര ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർക്ക് PR കൊടുത്തിട്ട് ഞാൻ ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ന് നിന്ന് കഴിഞ്ഞാൽ PR വാങ്ങണവർ രക്ഷപ്പെട്ടു പോകും. ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പ്രേക്ഷകരും എല്ലാവരും മണ്ടനാക്കി വോട്ട് ചെയ്യുന്നവർക്ക് ഒരു വാല്യൂ ഇല്ലാത്ത അവസ്ഥയിലല്ലേ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്.